അതെ മക്കളെ, അപ്പൊ നമ്മുടെ സമാന്തര ശ്രേണികളുടെ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 1.2 ആണ്. അതായത് പേജ് നമ്പർ 15ലെ എക്സസൈസ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങളുടെ ഈ മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അതിനകത്ത് നമ്മുടെ പേജ് നമ്പർ 15ൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ നമ്പർ സീക്വൻസില് ഓരോന്നിന്റെയും ബീജഗണിത രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുക. ഒറ്റ സംഖ്യകളുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് നമ്പേഴ്സ്. അടുത്തത് 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ റിമൈൻഡർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അങ്ങനെയുള്ള സംഖ്യകൾ. അടുത്തത് 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ, അതായത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 1ൽ അവസാനിക്കുന്നതായിരിക്കണം. നാലാമത്തത് 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, അതായത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ബട്ട് 1ൽ അല്ലെങ്കിൽ 6ൽ അവസാനിക്കുന്നതായിരിക്കണം. അപ്പൊ നമുക്ക് ഓരോന്നും എടുത്ത് ചെയ്യാം. ആദ്യം ഒറ്റ സംഖ്യകളുടെ ശ്രേണി. നമുക്ക് ഒറ്റ സംഖ്യ സ്റ്റാർട്ട് ചെയ്യണം 1ലാണ്. 1 കഴിഞ്ഞാൽ 3, then 5, then 7, then 9, ഇങ്ങനെ പോകും ഒറ്റ സംഖ്യകൾ. ഇതിന്റെ ബീജഗണിത വാചകം, അതായത് ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ഥാനം എഴുതാം. ആദ്യം സ്ഥാനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ x1, രണ്ടാമത്തെ ആൾ x2, മൂന്നാമത്തെ ആൾ x3, നാലാമത്തെ ആൾ x4, അങ്ങനെ x എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ആൾ എന്താണ്? 1. നമ്പർ പദം അഥവാ നമ്പർ എത്ര? 1 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ 1 ഇവിടെ 1ആയി മാറി, ഇവിടെ 2 ഇവിടെ 3ആയിട്ട് മാറി, ഇവിടെ 3 ഇവിടെ 5ആയിട്ട് മാറി, ഇവിടെ 4 ഇവിടെ എത്രയായിട്ട് മാറി? 7ആയിട്ട് മാറി. എന്താ സാർ അങ്ങനെ? അപ്പൊ എങ്ങനെയാണ് ഈ 4 7ആയിട്ട് മാറി? എങ്ങനെയാണ് 3 5ആയിട്ട് മാറിയത്? 2 എങ്ങനെ 3ആയി മാറി? അല്ലെങ്കിൽ 1 എങ്ങനെ 1ആയി മാറി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ അതിനുള്ള എളുപ്പമാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഈസിയാണ്. ഈ 1ന് പകരം സാർ ഇങ്ങനെ എഴുതിയാണ് 2 - 1. ക്ലിയർ? 3ന് പകരം സാർ ഇങ്ങനെ എഴുതിയാണ് 4 - 1. ഓക്കെ, 5ന് പകരം എഴുതുന്നത് ഇങ്ങനെയാണ് 6 - 1. 7ന് പകരം എഴുതുന്നത് ഇങ്ങനെയാണ് എന്താണ്? 8 - 1. ക്ലിയർ? ഇനി വീണ്ടും ഈ 2 എന്ന് പറഞ്ഞ സാർ എഴുതുന്നത് 1 × 2 -1. ക്ലിയർ? ഇവിടെ ഈ 4ന് പകരം എഴുതുന്നത് 2 × 2 -1. ഈ 6ന് പകരം ഞാൻ എഴുതിയത് 3 × 2 -1. ഓക്കെ, ഈ 8ന് പകരം ഞാൻ എഴുതിയത് 4 × 2 -1. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോളൂ കേട്ടാ. ഈ സ്ഥാനത്തുള്ള 1 അത് ഇവിടെ വന്നിട്ടില്ലേ? 1 × 2. ഇവിടെയുള്ള 2 ഇവിടെ വന്നിട്ടില്ലേ? 2 × 2. ഇവിടെയുള്ള 3 മൂന്നാം സ്ഥാനം ഇവിടെ വന്നിട്ടില്ലേ? 3 × 2. ഇവിടെയുള്ള 4 ഇവിടെ വന്നിട്ടില്ലേ? 4 × 2. കണ്ടോ? അപ്പൊ ഈ 1 ഇവിടെ ലിങ്കായി. കണ്ടോ? ഈ 2 ഇവിടെ ലിങ്കായി, ഈ 3 ഇവിടെ ലിങ്കായി. ഓക്കെ, ഈ 4 ഇവിടെ ലിങ്കായി. അങ്ങനെ ഇവിടെ ഉള്ള n അതെന്തായിരിക്കും? n × കണ്ടോ? എന്താ വരാ? n × എന്താണ്? 2 - 1. ക്ലിയർ ആണോ? അതായത് ഈ n ഇങ്ങോട്ട് ലിങ്ക് ആവും. അപ്പൊ n × 2 എന്ന് പറഞ്ഞിട്ട് 2n, ദാറ്റ് ഈസ് 2n - 1. ദിസ് ഈസ് ദി എന്താണ്? ആൾജിബ്രിക് ഫ്രോം xn = 2n - 1. കിട്ടിയോ? നമുക്കിത് സമാന്തര ശ്രേണി ആയതുകൊണ്ട് ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ സമാന്തര ശ്രേണി നമ്മൾ അടുത്ത ക്ലാസ്സിലേ പഠിക്കുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആ ഫോർമുല പഠിക്കുന്നില്ലല്ലോ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് സാർ ഇപ്പൊ തൽക്കാലം ചെയ്യുന്നില്ല. പകരം ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2n - 1 ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സാർ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ 3 എന്ന് കൊടുത്തത് x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 - 1 എന്ന് പറഞ്ഞാൽ 6 - 1 എന്ന് പറഞ്ഞാൽ 5. അതിന്റെ അർത്ഥം മൂന്നാമത്തെ ആള് 5 ആയിരിക്കും. ശരിയല്ലേ? നോക്കി, മൂന്നാമത്തെ ആൾ 5ആണ്. അങ്ങനെ എത്രാമത്തെ ആള് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ എത്രാമത്തെ ആളെ വേണമെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനെയാണ് നമ്മൾ ബീജഗണിത വാചകം അഥവാ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 1 കൂടി അങ്ങോട്ട് കൂട്ടാം. 3 + 1. അപ്പൊ എന്താ ആൻസർ കിട്ടും? 4. ക്ലിയർ? അപ്പൊ അത് ആദ്യം തന്നെ എഴുതും. അതിനുശേഷം ഈ ഹരിക്കാൻ പറയുന്ന ആളെ വെച്ചിട്ട് അങ്ങോട്ട് കൂട്ടി പോവാം. അപ്പൊ 4 + 3 7, 7 + 3 10, 10 + 3 13, 13 + 3 16, അങ്ങനെ
കിട്ടിയോ? അപ്പൊ ഇതിന് മുന്നിൽ ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കിയാൽ, കാരണം ഇപ്പൊ 7ന് മുന്നിലുള്ള സംഖ്യ എന്താണ്? 7ൽ നിന്ന് ഒരു 3 കുറഞ്ഞതാണ് 4. അപ്പൊ ഇവിടെ ഒരു സംഖ്യ വന്നുകൂടെ? 4ൽ നിന്ന് ഒരു 3 കുറഞ്ഞാൽ -3 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫസ്റ്റ് താളയും കിട്ടും. ചില ബുക്കുകളിൽ ചില ആൾക്കാർ 4 മുതലേ എഴുതുന്നുള്ളൂ. ഓക്കെ, ചിലർ 1 എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? കാരണം ഈ 4 മുതൽ എഴുതുന്നത് എന്താണ് അവർ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ 4നെ അല്ലേ സാർ 3 കൊണ്ട് ഹരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ എഴുതുന്നത്. പക്ഷെ ഒന്നിനെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ, സപ്പോസ് ഒന്നിനെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇടും, 0. 10ൽ 3 പ്രാവശ്യം പോകും, 3 പ്രാവശ്യം 9. റിമൈൻഡർ 1 വരുന്നുണ്ട്. കണ്ടോ? അപ്പൊ 0.3 നിങ്ങൾ ഡിവിഷൻ വരുന്നുണ്ട്, റിമൈൻഡർ 1 വരുന്നില്ലേ? അപ്പൊ 1 ഇതിനകത്തൊരു അംഗമാണ്. മനസ്സിലായോ? ഒരു മെമ്പർ ആണെന്നുള്ളത് നിങ്ങൾ സത്യത്തിൽ മനസ്സിലാക്കുക. ചിലർ ഇവിടെ മുതലേ എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞ ശരിയാണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി നിങ്ങൾ എഴുതി നോക്കിയേ, 3 വെച്ച് കൂടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും 4ൽ നിന്ന് ഒരു 3 കുറച്ച് 1 കിട്ടണ്ടേ? ആദ്യത്തെ ആൾ കിട്ടണ്ടേ? ഓക്കെ, അപ്പൊ 1, 4, 7, 10, 13, 16 ഇങ്ങനെയാണ് സാർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന്റെ സ്ഥാനം, അതിന്റെ എന്താണ് സ്ഥാനം അഥവാ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? x1, x2, x3, x4, എക്സിട്ര xn നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ എന്താണ് പദം, ഏതൊക്കെയാണ് പദങ്ങൾ തന്നേക്കുന്നത്? നമുക്കിവിടെ 1 തന്നിട്ടുണ്ട്, പിന്നെ 4 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തണമെന്ന് നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഇതിനകത്ത് നേരത്തെ ചെയ്ത പോലെ എന്തെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മെത്തേഡ് നേരത്തെ ചെയ്ത പോലെ ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഓക്കെ, സാർ ഇവിടെ ഡിവിഷൻ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഇതിന്ന് നമുക്കൊരു ഉത്തരം കിട്ടും. അതെങ്ങനെയാണ് സാർ പറഞ്ഞുതരാം. ആദ്യം 4 എടുക്കും. 4നെ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഒരു 3, 3. 4ൽ നിന്ന് 3 പോയാൽ 1 അല്ലെ? അപ്പൊ 4 എന്ന് പറഞ്ഞ സംഖ്യയെ ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 3 ഇൻറ്റു 1, പിന്നെ ഈ ഒന്നുകൂടി കൂട്ടണം. 3 ഇൻറ്റു 1. ക്ലിയർ ആണോ? 4 സംഖ്യ എങ്ങനെ എഴുതുന്നു സാറ്? 3 ഇൻറ്റു 1 പ്ലസ് ഇവിടെ എന്താ എഴുതിയേക്കണത്? 1, റിമൈൻഡർ 1. ക്ലിയർ? യെസ്. അങ്ങനെ 7 സംഖ്യ എങ്ങനെ എഴുതും? 7 സംഖ്യ 7നെ ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്തു, 3, 2, 6, റിമൈൻഡർ 1. അപ്പൊ 7 സംഖ്യയെ 3 ഇൻറ്റു 2 പ്ലസ് 1 എഴുതാം. അപ്പൊ 7 എങ്ങനെ എഴുതി? 3 ഇൻറ്റു 2 പ്ലസ് 1. ക്ലിയർ? യെസ്. അപ്പൊ 10 എങ്ങനെ എഴുതും സാർ? ഇതേപോലെ 10നെ ഡിവൈഡ് ചെയ്യും. 10 ഡിവൈഡ് ബൈ 3, 3, 9, റിമൈൻഡർ 1. 10 എന്ന സംഖ്യയെ ഞാൻ 3 ഇൻറ്റു 3 പ്ലസ് 1 എന്ന് എഴുതി. ക്ലിയർ ആണോ? യെസ്. അപ്പോഴാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ഥാനവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ. ഇവിടുത്തെ സ്ഥാനം എത്രയാണ്? 2 ആണ്. ഇവിടെ വന്നിരിക്കുന്ന സംഖ്യ എത്രയാണ്? 1. ഓക്കെ, ഇവിടുത്തെ സ്ഥാനം 3 ആണ്. ഇവിടെ വന്നിരിക്കുന്ന സംഖ്യ എത്രയാണ്? 2. ഇവിടുത്തെ സ്ഥാനം 4 ആണ്. ഇവിടെ വന്നിരിക്കുന്ന സംഖ്യ എത്രയാണ്? 3. കണ്ടോ? ബാക്കി ഈ പറയുന്ന 3ഉം 1ഉം 3 ഇൻറ്റു എല്ലായിടത്തും 3 ഇൻറ്റു ആണ്. 3 ഇൻറ്റു ആണ്. കിട്ടിയോ? അപ്പൊ ഈ 2 എങ്ങനെ 1 ആയി? അതാണ് എന്റെ ചോദ്യം. 2 ഇതൊരു 1 കുറച്ചു. ഓക്കെ, 3 എങ്ങനെ 2 ആയി? 3 ഒരു 1 കുറച്ചു. ഓക്കെ, 4 എങ്ങനെ 3 ആയി? 4 ഒരു 1 കുറച്ചു. ഓക്കെ, ക്ലിയർ? അപ്പൊ xn ആണെങ്കിലോ? n ആണെങ്കിൽ എന്ത് ചെയ്യണം? n ഒരു 1 കുറക്കണം. കിട്ടിയോ? പക്ഷെ എന്തൊക്കെ മാറ്റാൻ പാടില്ല? 3 ഉണ്ടാവണം, അവിടെ +1 ഉണ്ടാവണം. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ എഴുതുകയാണെങ്കിൽ 3 എന്തായാലും ഉണ്ടാവും. ഇൻറ്റു ആര് വരണം? ഇവിടെയൊക്കെ 1 വന്ന എങ്ങനെയാണ്? 2ൽ നിന്ന് 1 കുറച്ചു. 2 വന്ന എങ്ങനെയാണ്? 3ൽ നിന്ന് 1 കുറച്ചു. 3 എങ്ങനെ വന്നു? 4ൽ നിന്ന് 1 കുറച്ചു. ഓക്കെ, അപ്പൊ n ആണെങ്കിൽ എന്ത് ചെയ്യണം? n നിന്ന് 1 കുറക്കണം. ഇവിടെ ഗുണിക്കേണ്ട ആളെന്താണ്? n-1. ക്ലിയർ ആണോ? പ്ലസ് ലാസ്റ്റ് എന്താണ്? 1 ഉണ്ട്. 1 എഴുതാം. ഓക്കെ, മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? എല്ലാത്തിലും 3 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അത് സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിന്റെ അവസാനം +1 ഉണ്ട്, +1 ഉണ്ട്, +1 ഉണ്ട്. അതും സാർ എഴുതിയിട്ടുണ്ട്, +1. പിന്നെ ഇവിടെ എക്സ്ട്രാ വന്നേക്കണ എന്താണ്? ഇവിടെയുള്ള ഒരു സാധനമാണ്. കണ്ടോ? ഇത് കണ്ടുപിടിക്കാനാണ് സാർ എന്താണ് ഈ പൊസിഷനിൽ നിന്ന് 1 കുറച്ചത്. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് ടൈം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് ടൈം 3 ഇൻറ്റു പറ
1 - 1 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 1. ക്ലിയർ? യെസ്. അപ്പൊ ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ 3n - 1 + 1. അപ്പൊ അതൊന്ന് ചെറുതാക്കണം നമുക്ക്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 അകത്തേക്ക് ഗുണിക്കുക. ഈ 3 എടുത്ത് അകത്തേക്ക് ഗുണിക്കുക. 3 × n 3n മൈനസ് 3 × 1 3 പ്ലസ് 1. അപ്പൊ xn ഇസ് ഈക്വൽ ടു 3n - 3 + 1. അപ്പൊ -3 + 1 കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 3n - 2. xn ഇസ് ഈക്വൽ ടു 3n - 2. സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പൊ xn ഇസ് ഈക്വൽ ടു xn ഇസ് ഈക്വൽ ടു 3n - 2. ഇതാണ് ആൻസർ. ഇപ്പൊ ഇവിടെ നിങ്ങൾ 1 എന്ന് കൊടുത്താൽ 3 × 1 - 2 എത്രയാണ്? 1 എന്ന് ആൻസർ കിട്ടും. ഇവിടെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 × 2 6 - 2 4 എന്ന് ആൻസർ കിട്ടും. ഇവിടെ 3 എന്ന് കൊടുത്താലോ? 3 കൊടുത്തു കഴിഞ്ഞാലോ? 3 × 3 3 × 3 9 - 2 7 കിട്ടും. അങ്ങനെ എത്രാമത്തെ ടൈം എന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ ഇവിടെ 4ാമത്തെ ടൈം എന്താ? 4ാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ. ഇവിടെ 4 എന്ന് കൊടുത്ത് നോക്കി. x4 ഇസ് ഈക്വൽ ടു 3 × 4 - 2 ഇസ് ഈക്വൽ ടു 12 - 2 ഇസ് ഈക്വൽ ടു 10. കണ്ടോ? ശരിയല്ലേ? അപ്പോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ഒന്നിൽ അവസാനിക്കുന്നത് അത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1 ഒന്നിൽ അവസാനിക്കും. പിന്നെ അടുത്തത് 11 ഒന്നിൽ അവസാനിക്കും. 21 ഒന്നിൽ അവസാനിക്കും. 31 ഒന്നിൽ അവസാനിക്കും. അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ. അപ്പൊ അതിന്റെ നമ്മൾ സ്ഥാനം എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ എഴുതുകയാണെങ്കിൽ x1 x2 x3 x4 etc. to xn. xn നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ x1 ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1, x2 എന്ന് പറയുന്നത് 11, x3 എന്ന് പറഞ്ഞാൽ 21 21, x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 31. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ എന്റെ ചോദ്യം, ഈ 1ൽ നിന്ന് എങ്ങനെ 1ലേക്ക് എത്തി, 2ൽ നിന്ന് എങ്ങനെ നിങ്ങൾ 11ലേക്ക് എത്തി, 3ൽ നിന്ന് എങ്ങനെ 21ലേക്ക് എത്തി, 4ൽ നിന്ന് എങ്ങനെ 31ലേക്ക് എത്തി എന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഈ 1 അവിടെ നിൽക്കട്ടെ. ഈ 11 സാർ എഴുതാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് അത് 20ൽ നിന്ന് 9 കുറച്ചിട്ട്. ഓക്കെ, അപ്പൊ 1 എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും? 10ൽ നിന്ന് 9 കുറച്ചിട്ട് 21. അപ്പൊ എങ്ങനെ കിട്ടും? ഈ 1 എങ്ങനെ കിട്ടി? 10ൽ നിന്ന് 9. 11 എങ്ങനെ കിട്ടി? 20 - 9. 21 30 - 9. ക്ലിയർ? അപ്പൊ 31 എങ്ങനെ കിട്ടി? 31 എങ്ങനെ കിട്ടി? 40 - 9. ക്ലിയർ ആണോ? 1, അതായത് 1 എന്ന് പറഞ്ഞ സംഖ്യ എങ്ങനെ കിട്ടും? 10ൽ നിന്ന് 9 കുറച്ച 1 കിട്ടും. 11 എങ്ങനെ കിട്ടും? 20 - 9. ഓക്കെ, 21 എങ്ങനെ കിട്ടും? 30ൽ നിന്ന് 9 കുറച്ചാൽ മതി. 31 എങ്ങനെ കിട്ടും? 40ൽ നിന്ന് 9 കുറച്ചാൽ മതി. ക്ലിയർ? ഇനി 10 എങ്ങനെ കിട്ടും എന്ന് നോക്കാം. 1 × 10 -9. ഇതോ 20, 2 × 10 -9. ഓക്കെ, ഈ 30ഓ 3 × 10 -9. ഓക്കെ, ഈ 40ഓ 4 × 10 -9. അപ്പൊ മക്കളെ, ഇനിയാണ് നമ്മുടെ എന്താണ് ബന്ധം. ഒന്നാമത്തെ ടേം 1, ഇവിടെ 1 വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടേം ഇവിടെ 2 വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ടേം ഇവിടെ 3 വന്നിട്ടുണ്ട്. നാലാമത്തെ ടേം ഇവിടെ 4 വന്നിട്ടുണ്ട്. അതായത് 1 എന്ന് പറഞ്ഞ സംഖ്യയോട് ഒരു 10 ഗുണിച്ചിട്ട് അതിൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആള് കിട്ടും. രണ്ടാമത്തെ സ്ഥാനം ചോദിക്കുമ്പോൾ ആ രണ്ടാമത്തെ സ്ഥാനം × 10 -9. മൂന്നാമത്തെ സ്ഥാനം ചോദിക്കുമ്പോൾ മൂന്നാമത്തെ സ്ഥാനം × 10 -9. നാലാമത്തെ ചോദിക്കുമ്പോൾ നാലാമത്തെ സ്ഥാനം × 10 -9. ഇപ്പൊ n ചോദിക്കുമ്പോഴോ, എന്തായിരിക്കും? n × എന്ത് ചെയ്യണം അവിടെ? 10. n × 10 -9. ഇപ്പൊ n × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 10n. അപ്പൊ xn = 10n - 9. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇത് ശരിയാണെന്ന് അങ്ങനെ നോക്കും. ഇപ്പൊ ഇത് മൂന്നാമത്തെ ടേം ആണ്. ഞാൻ ഇവിടെ 3 കൊടുത്തു കൊടുക്കാൻ പറ്റും. x3 = 10 × 3 - 9 എന്ന് പറഞ്ഞാൽ 30 - 9 എന്ന് പറഞ്ഞാൽ 21. ശരിയല്ലേ? അപ്പൊ ഏതൊരു സംഖ്യയും ഈ ഒരു ശ്രേണിയിലെ ഏതൊരാളെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താം. അത്തരത്തിലുള്ള ഇക്വേഷനാണ് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്താണ് ബീജഗണിത വാചകം എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി കണ്ടുപിടിക്കാനാണ്. അപ്പൊ അതിനകത്ത് 1ൽ അവസാനിക്കുന്നത് 1, 6ൽ അവസാനിക്കുന്നത് 6, വീണ്ടും 1ൽ അവസാനിക്കുന്നത് 11, പിന്നെ 16, പിന്നെ 21, പിന്നെ 26, അങ്ങനെ അങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് എഴുതേണ്ടത്. അതിനകത്ത് സ്ഥാനം നമ്മൾ എഴുതുമ്പോൾ x1 x2 x3 x4 4 പേര് എഴുതുക. അത് കണ്ടുപിടിക്കേണ്ടത് xn.
ഇനി അതിന്റെ പൊസിഷൻ സോറി അതിന്റെ പദം ടേം ടേം എഴുതുമ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് 1 ആണ്. ഒന്നാമത്തെ ആള് 1, 6, രണ്ടാമത്തെ ആള് 6, മൂന്നാമത്തെ ആള് 11, നാലാമത്തെ ആള് 16. ഓക്കെ, എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒന്ന് എങ്ങനെ കിട്ടി? നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ 5-ന്ന് 4 കുറച്ച് 1 കിട്ടും. 6 എങ്ങനെ കിട്ടും? 10-ന്ന് 4 കുറച്ച് 6 കിട്ടും അല്ലെ? 11 എങ്ങനെ കിട്ടും? 15-ന്ന് 4 കുറച്ച് 16. 20-ന്ന് 4 കുറച്ച്. ക്ലിയർ? അപ്പൊ ഏതോ ഒരു സംഖ്യയിൽ 4 കുറച്ച് ഈ പറഞ്ഞ സംഖ്യകളൊക്കെ കിട്ടുമെന്ന് മനസ്സിലായി. ക്ലിയർ ആയി? ഓക്കെ. ഇനി 5-നെ സാറ് ഇങ്ങനെ എഴുതുകയാണ് 1 × 5 - 4. കണ്ടോ? 5-ന് മാത്രം പകരം 1 × 5 എന്ന് എഴുതി. 10-ന് സാറ് ഇങ്ങനെ എഴുതുകയാണ് 2 × 5 - 4. 2 × 5 10 ആണ്. 15-ന് ഞാൻ എഴുതുകയാണ് 3 × 5 - 4. ഓക്കെ. 20-ന് ഞാൻ എഴുതുന്നതാണ് 4 × 5 - 4. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മുടെ സ്ഥാനവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇവിടെ നോക്കൂ. ഫസ്റ്റ് x1 ആണെങ്കിൽ ഇവിടെ 1 കണ്ടോ? x2 ആണെങ്കിൽ ഇവിടെ 2 ആണ് കണ്ടോ? x3 ആണെങ്കിൽ ഇവിടെ 3 ആണ്. ക്ലിയർ? x4 ആണെങ്കിൽ ഇവിടെ 4 ആണ്. അപ്പൊ 1 വരുമ്പോ ഇവിടെ 1 × 5 - 4. 2 വരുമ്പോ 2 × 5 - 4. മൂന്നാമത്തെ ആളെ കാണുമ്പോൾ 3 × 5 - 4. നാലാമത്തെ ആളെ കാണുമ്പോൾ 4 × 5 - 4. അപ്പൊ n ആണെങ്കിലോ? ഉത്തരം n ഇൻറ്റു ബാക്കി നിങ്ങൾ പറ. n ഇൻറ്റു എത്രയാണ്? 5 - n ആണെങ്കിൽ n ഇൻറ്റു 5 - 4. അപ്പൊ n ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5n. അപ്പൊ xn is equal to 5n - 4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. xn is equal to 5n - 4. കണ്ടോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. ഉദാഹരണമായിട്ട് മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കണം. അപ്പൊ x3 എന്ന് പറയുന്നത് 5 × 3 - 4 എന്ന് പറഞ്ഞാൽ 15 - 4 എന്ന് പറഞ്ഞാൽ 11. ക്ലിയർ അല്ലേ? ശരിയല്ലേ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, അതായത് ഇക്വലാറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, പിന്നെന്താണ് ഇങ്ങനെയുള്ള ഫിഗർ 5 വശം വരുന്നത് സമപഞ്ചഭുജം, പെന്റഗൺ എന്നിങ്ങനെ തുടരുന്ന ജാമിതി രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, അതായത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, പുറം കോണുകളുടെ തുക, അതായത് പുറത്തുള്ള കോണുകൾ, അതായത് എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം, ഒരു അകക്കോണിന്റെ അളവ്, അകത്തുള്ള ഒരു കോണിന്റെ അളവ്, ഒരു പുറം കോണിന്റെ അളവ്, പുറത്തുള്ള ഒരു കോണിന്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക എന്നാണ് ചോദ്യം. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉത്തരം, അതായത് സമഭുജ ത്രികോണമാണെങ്കിൽ, സമചതുരമാണെങ്കിൽ, സമപഞ്ചഭുജമാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ സീക്വൻസ് എന്നുള്ളത് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പാർട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ പാർട്ട് കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ആ സീക്വൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ പാർട്ട് 2-ല് എങ്ങനെയാണ് ഈ അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, അകക്കോണിന്റെ അളവ്, പുറം കോണിന്റെ അളവ് ഒക്കെ ഇതിനകത്ത് വരുന്ന എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ സാർ അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ അകക്കോണുകളുടെ തുകയുടെ സീക്വൻസ് സാർ എഴുതുകയാണ്. അപ്പൊ അതെങ്ങനെ വരുന്നതെന്ന് അറിയാനായിട്ട് പാർട്ട് 2 നിങ്ങൾ കാണാം. ഓക്കെ. അപ്പൊ 180 ഡിഗ്രി, പിന്നെ വരുന്നത് 360 ഡിഗ്രി, പിന്നെ വരുന്നത് 540 ഡിഗ്രി. ഓക്കെ. ഈ 180 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 180 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളേ ഉള്ളൂ. നമ്മൾ ഈ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ അവിടെ 2 ട്രയാങ്കിൾ ഉണ്ടാവും. കണ്ടോ? ഇനി നമ്മൾ ഈ ഒരു പഞ്ചഭുജം 5 വശമുള്ള എടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ ഒരു 1 ട്രയാങ്കിൾ, ഇവിടെ 2 ട്രയാങ്കിൾ, ഇവിടെ എത്ര ട്രയാങ്കിൾ? 3 ട്രയാങ്കിൾ. അപ്പൊ ഈ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ട്രയാങ്കിളിന്റെ സമ്മാണ്. അപ്പൊ 180-ന് സാർ ഇങ്ങനെ എഴുതി 1 × 180. ഓക്കെ. 360 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 150. 540 എങ്ങനെ കിട്ടും? 3 × 150. അപ്പൊ ഇതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞത് x1, ഇത് x2, ഇതെന്താണ്? x3 ആണ്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പൊസിഷനും ഈ സംഖ്യയും തമ്മിലുള്ള ബന്ധം. പൊസിഷൻ 1 ആവുമ്പോൾ 1 × 150. ഓക്കെ. പൊസിഷൻ 2 ആവുമ്പോൾ 2 × 150. ഓക്കെ. പൊസിഷൻ 3 ആവുമ്പോഴോ 3 × 150. വെരി ഈസി. ഓക്കെ. അപ്പൊ ഇതിനകത്ത് അകക്കോണുകളുടെ തുകയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൊസിഷൻ 1 ആവുമ്പോൾ 1 × 150, പൊസിഷൻ 2 ആവുമ്പോൾ 2 × 150, പൊസിഷൻ 3 ആവുമ്പോൾ 3 × 150. അപ്പൊ പൊസിഷൻ n ആവുമ്പോൾ എന്തായിരിക്കും? വെരി ഈസിയാണ്.
എന്തായിരിക്കും? n ഇൻറ്റു 180. എന്തായിരിക്കും? n ഇൻറ്റു 180. n ഇൻറ്റു 180. ക്ലിയർ? അതായത് ഇപ്പൊ ഒരു 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 പൊസിഷൻ 1 ഫസ്റ്റ് ട്രയാങ്കിൾ ആണ് 150 ഡിഗ്രി. പൊസിഷൻ 2 രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ 150 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം ഉണ്ട്. കണ്ടോ? 3 എന്ന് പറഞ്ഞാൽ 150 എത്ര പ്രാവശ്യം ഉണ്ട്? എത്ര പ്രാവശ്യം ഉണ്ട്? 150 3 തവണയുണ്ട്. ക്ലിയർ? സോ 180n, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 180n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് ശരിയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ x2 കണ്ടു നോക്കുക. അതായത് 180 ഇൻറ്റു 2, അതായത് 360 ഡിഗ്രി. ക്ലിയർ? അപ്പൊ 150 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി. 5 കിട്ടിയല്ലോ. യെസ്. ഇനി ഇതിന്റെ പുറം കോണുകളുടെ തുകയാണ് നെക്സ്റ്റ് വരുന്നത്. പുറം കോൺ അത് വളരെ ഈസിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുറം കോണ് നമ്മൾ ആ പാർട്ട് 2 നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, നമ്മുടെ മഷി എടുക്കുക, ചുമന്ന മഷി. അപ്പൊ പുറം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 360, 360, 360. കണ്ടോ? അപ്പൊ 360 വെച്ചിട്ടാണ് പുറം കോണ് തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെ പുറം കോണുകളുടെ തുക സെയിം ആയിരിക്കും. അപ്പൊ ഇത് 360 എങ്ങനെ കിട്ടി? 1 ഇൻറ്റു 360. രണ്ടാമത്തെ പൊസിഷൻ അതും 360, 1 ഇൻറ്റു 360. ഓക്കെ, ഇതോ 1 ഇൻറ്റു 360. അതായത് നമുക്കിപ്പോ ഇവിടെ x1 വന്നാലും x2 വന്നാലും x3 വന്നാലും എത്ര ടേം വന്നാലും ഉത്തരം എന്ത് തന്നെയാണ്? 360 തന്നെ. അപ്പൊ ഒന്നുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം, xn is equal to 360. ഉണ്ടോ? അതായത് ഇതിനകത്ത് ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാലും പുറം കോണുകളുടെ തുക എന്ന് പറയുമ്പോൾ 360 ആയിരിക്കും ആരുടെയും. അതെങ്ങനെ വരും എന്നുള്ളത് പാർട്ട് 2 പറഞ്ഞിട്ടുണ്ട് കേട്ടോ സാർ. അപ്പോ എല്ലാ ടൈമും 360 ആണെങ്കിൽ എക്സ് എൻ എന്തായിരിക്കും? അതായത് 10ാമത്തെ ആളും 20ാമത്തെ ആളും 100ാമത്തെ ആളും ഒക്കെ എന്ത് തന്നെയാണ്? 360 തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ എക്സ് എൻ ഇസിക്കൽ 360 എന്നുള്ളതാണ് അതിന്റെ ബീജഗണിത വാചകം. അടുത്ത ചോദിച്ചിരിക്കുന്നത് ഒരു അകക്കോണിന്റെ അളവ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ട്രയാങ്കിൾ എടുക്കാം. ഇപ്പൊ 150 ഡിഗ്രിയാണ് അതിന്റെ സമ്മം നമ്മൾ കണ്ടല്ലോ. 180 ഡിഗ്രി, 180 ഡിഗ്രി കണ്ടു. രണ്ടാമത്തെ ആള് നമ്മൾ 360 കണ്ടു. മൂന്നാമത്തെ ആള് 540 കണ്ടു. ശരി, ഇവിടെ എത്ര വശങ്ങൾ ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ 3 വശങ്ങളുണ്ട്. 1, 2, 3. അപ്പൊ 150നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 150നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് 60 ഡിഗ്രി കിട്ടും. ക്ലിയർ? 360. ഇവിടെ എത്ര വശങ്ങളുണ്ടെന്ന് നോക്കി. 360ല് 4 വശങ്ങളുണ്ട്. 4 വശങ്ങളുണ്ട് ഇവിടെ. അപ്പൊ 360ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. കണ്ടോ? അടുത്തത് ഇവിടെ എത്ര വശമുണ്ട്? 540. ഇവിടെ 5 വശങ്ങളുണ്ട്. 5 വശങ്ങൾ. അപ്പൊ 540 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 108 കിട്ടും. ഇതൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ പാർട്ട് 2 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സീക്വൻസ് ഇതാണ്. ഏത്? ഒരു അകക്കോണിന്റെ അളവിന്റെ സീക്വൻസ് ഇതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്തതെന്ന് അറിയോ? ഈ 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. മനസ്സിലായോ? അതായത് നിങ്ങള് 150 എന്തായിരുന്നു നേരത്തെ കണ്ടത്? 150n. 150n. അതായത് മുകളിലത്തെ ആൾക്കാരുടെ സീക്വൻസ് നിങ്ങൾ നേരത്തെ കണ്ടത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. 180n ഇങ്ങനെയാണ് കണ്ടത്. അപ്പൊ മുകളിലത്തെ ആൾക്കാർ വരുന്നത് 180n. ആരായാലും അത്ര തന്നെ. താഴത്തെ നിങ്ങൾക്ക് എന്താ വരുന്നത്? ഇവിടെ 3 ആണ് വരുന്നത്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ, ഇപ്പൊ ഈ 3നെ കണക്ട് ചെയ്യണം. ദിസ് ഈസ് ഫസ്റ്റ് ടേം. 4 താഴെ വരുന്നത് സെക്കൻഡ് ടേം. 5 താഴെ വരുന്നത് തേർഡ് ടേം. മനസ്സിലായി? മൂന്നാമത്തെ ആൾ. അപ്പൊ ഈ 1 എങ്ങനെ 3 ആയി? ഒന്നിനോട് എന്ത് കൂട്ടി? 2 കൂട്ടി. 2 എങ്ങനെ 4 ആയി? ഒരു 2 കൂട്ടി. 3 എങ്ങനെ 5 ആയി? ഒരു 2 കൂട്ടി. അപ്പൊ താഴെ n+1 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ സാർ പറയണത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഫസ്റ്റത്തെ ആൾ ഇവിടെ 1 എന്ന് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ 150, സോറി n+1 അല്ല, 2 കൂട്ടി. n+2 ആയിരിക്കും. അപ്പോ ഈ ഒരു ഇക്വേഷൻ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. xn is equal to എന്താണ്? 180n ഡിവൈഡ് ബൈ n+2. ക്ലിയർ ആണോ? അതായത് x3 കാണാനാണ് ചോദിച്ചത്. അപ്പൊ 180 ഇൻറ്റു 3, അതായത് 540 കിട്ടും. ക്ലിയർ? ഡിവൈഡ് ബൈ താഴെ എന്ത് ചെയ്യണം? n+2, അതായത് 3+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാണ്? 5. 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. കണ്ടോ? 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. കണ്ടോ? ക്ലിയർ? അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ xn is equal to എന്താണ്? 180n. ഈ 180n 150 അവിടെ നിന്ന് കിട്ടി. നിങ്ങൾ ആദ്യം ഇവിടത്തെ എന്താണ് അകക്കോണുകളുടെ തുകയുടെ ഇക്വേഷൻ പഠിച്ചില്ലേ? 180n. അത് തന്നെ അവിടെ എഴുതാം. ഡിവൈഡ് ബൈ താഴെ നിങ്ങൾ ഈ സൈഡുകളാണ് വരുന്നത്. 3, 4, 5. എത്ര വശങ്ങളുണ്ടോ അത്രയും തന്നെ കോണുകളുണ്ട്.
അപ്പൊ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കോണിന്റെ അളവ് കിട്ടുന്നത്. അപ്പൊ സൈഡുകൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതായത് ഒന്നാമത്തെ ആളും ഈ സൈഡിന്റെ എണ്ണവും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പൊ ഒന്ന് എങ്ങനെ 3ആയി, 2 കൂട്ടി. അതുപോലെ രണ്ടാമത്തെ ആള് 4ആയി, അപ്പൊ എന്താണ് വീണ്ടും 2 കൂട്ടി. മൂന്നാമത്തെ ആൾ എന്താണ് 5ആയി, അപ്പൊ എന്താണ് വീണ്ടും 2 കൂട്ടി. അപ്പൊ n+2 ആണ് നിങ്ങൾ ഇവിടെ താഴെ എഴുതേണ്ടത്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. ഓക്കെ, ഒന്നുകൂടി വൃത്തിയാക്കി എഴുതി കഴിഞ്ഞാൽ 180n ഡിവൈഡഡ് ബൈ n+2. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്കിനി അടുത്തേക്ക് ഒരു പുറം കോണിന്റെ അളവ്, അതാണ് അടുത്തത്. ഒരു പുറം കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്തതുപോലെ ഇപ്പൊ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? സമം 360. ഇവിടെ 360, ഇവിടെ 360. അപ്പൊ സാർ ആദ്യത്തെ 360, 360, 360. നേരത്തെ ചെയ്ത പോലെ ഈ ട്രയാങ്കിൾ എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ പറഞ്ഞ സ്ക്വയറിൽ 4 വശങ്ങളുണ്ട്. അപ്പൊ 4 കൊണ്ട് ഒരു കോൺ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പുറത്തുള്ള ഒരു കോൺ അറിയാനായിട്ട് ഇവിടെ 5 വശങ്ങളുണ്ട്. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 360 നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 120 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 90 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 72 ഡിവൈഡ് ചെയ്ത് നോക്കുക. അതെങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നുള്ളത് നമ്മൾ പാർട്ട് 2ൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സാർ പെട്ടെന്ന് എഴുതുന്നത്. ഇനി ഈ 120 എന്ന് പറയുന്നത് ആദ്യത്തെ ടേം, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ ടേം. ഇതാണ് നമ്മുടെ സീക്വൻസ്. എന്തിന്റെ സീക്വൻസ്? ഒരു പുറം കോണിന്റെ അളവിന്റെ സീക്വൻസ്, ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ സീക്വൻസ്. അപ്പൊ ഇവിടെ 1 എങ്ങനെ 3ആയി, ഇവിടെ 2 എങ്ങനെ 4ആയി, ഈ 3 എങ്ങനെ 5ആയി, 2 വെച്ച് കൂടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടോ? ഓക്കെ. അപ്പൊ ഈ 120 കിട്ടണമെങ്കിൽ 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ മുകളിലത്തെ ആള് എപ്പോഴും 360. ഓക്കെ, ഡിവൈഡ് ബൈ താഴത്തെ ആള് 3 എന്ന് എങ്ങനെ കിട്ടും? ഈ 1നെ എങ്ങനെ 3ആയി? 1+2. 2 എങ്ങനെയായി? 2+2. അപ്പൊ xn ആണെങ്കിലോ n+2. അപ്പൊ n+2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. So the answer is xn is equal to 360 divided by n+2. സോ ഇതാണ് ഇതിന്റെ ബീജഗണിത വാചകം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കണമെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 3+2, അതായത് 360 ഡിവൈഡ് ബൈ 5. ഇപ്പൊ എന്റെ കണ്ട് എത്ര എടുത്ത് നിങ്ങൾക്ക് 72 ആൻസർ കിട്ടും. ക്ലിയർ? ഇപ്പൊ കുറച്ചുകൂടി വൃത്തിയാക്കി സാർ എഴുതുകയാണെങ്കിൽ xn ഇസ് ഈക്വൽ ടു, മുകളിലുള്ളത് എല്ലാവർക്കും സെയിം ആയിരിക്കും 360. എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ്, അതായത് പുറത്തുള്ള കോണുകളുടെ തുക എല്ലാ ഈ 3 ഫിഗറിനും ഞങ്ങളുള്ള എല്ലാ ഫിഗറിനും 360 ആയിരിക്കും. ഡിവൈഡ് ബൈ ഒരു കോണിന്റെ അളവ് കാണണമെങ്കിൽ അതിന്റെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സൈഡ് കണ്ടുപിടിക്കാൻ n+2 ചെയ്യണം. ഓക്കെ, അപ്പൊ അതായത് മൂന്നാമത്തെ ആൾ, ഇത് മൂന്നാമത്തെ ആളാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? 1, 2, 3, 4, 5. അപ്പൊ 5 എന്നുള്ളത് ഇവിടെ ഉത്തരം തന്നെ താഴെ. അതിന് വേണ്ടിയിട്ട് ഈ n നിങ്ങൾ 3 കൊടുക്കുമ്പോൾ x3 ആവുന്ന സമയത്ത് 360 ഡിഗ്രി ഡിവൈഡ് ബൈ 3+2 ചെയ്യണം. എന്നാലേ 5 വരുള്ളൂ. അപ്പൊ ഈ 2 എല്ലായിടത്തും കോമൺ ആണ്, n ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ n സ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് ഏതാണ് ഫോർമുല? x n is equal to 360 ഡിവൈഡ് ബൈ n+2. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 3 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഈ ചിത്രങ്ങൾ നോക്കിയിട്ടാണ് ഇനി ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ചിത്രങ്ങൾ നോക്കും. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടിയ ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യത്തെ ചിത്രം. ഇതിൽ 3 ചുവന്ന ത്രികോണങ്ങളിൽ നിന്ന് ഇതുപോലെ നടുവിലത്തെ ത്രികോണം വെട്ടിമാറ്റിയതാണ് എന്ത്? രണ്ടാമത്തെ ചിത്രം. ക്ലിയർ ആണോ? യെസ്. ഈ ക്രിയയിൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം. ഒന്നും മനസ്സിലായില്ല അല്ലെ? വളരെ ഈസിയാണ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ സെന്റർ ഭാഗങ്ങൾ കണക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ നടുവിലത്തെ പോർഷൻ ഇല്ലേ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. നടുവിലത്തെ ഈ ഒരു പോർഷൻ കണ്ടോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ക്ലിയർ? യെസ്. അപ്പോ ഇതാണ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. നടുവിലത്തെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ മനസ്സിലായോ? ഇതാണ് ഒന്നാമത്തെ ഫിഗർ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ 3 ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ഇതിന്റെയും നടുവിലത്തെ ഓരോ കഷ്ണം, ഇപ്പൊ ഇതിന്റെ നടുവിലത്തെ കഷ്ണം മുറിച്ചു കളഞ്ഞു. അപ്പൊ ഇതിന്റെ കളഞ്ഞു, ഇതിന്റെ കളഞ്ഞു, 3 അപ്പൊ രണ്ടാമത്തെ ഫിഗർ. വീണ്ടും കുഞ്ഞു കുഞ്ഞു ചെറിയ റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. എല്ലാത്തിന്റെയും നടുവിലത്തെ കഷ്ണം ഇതുപോലെ മുറിച്ച് കളഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ്? മൂന്നാമത്തെ ഫിഗർ കിട്ടി. ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാം സാറ്, ഒന്നുകൂടി പറയാം. ഒരു ട്രയാങ്കിൾ റെഡ് ആണ്. ഓക്കെ, അതിന്റെ സെന്റർ അതിന്റെ കറക്റ്റ് എന്താണ്, ഓരോ വശങ്ങളുടെയും കറക്റ്റ് സെന്റർ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ തമ്മിൽ ഇങ്ങനെ കാണും. ഇപ്പൊ റെഡിൽ വരച്ചാൽ കാണൂല, വേറൊരു കളർ എടുത്തു കഴിഞ്ഞ് മനസ്സിലാവും. ഇവിടെ കണ്ടാ ഇതിങ്ങനെ കണക്ട് ചെയ്തു. എന്നിട്ട് ഈ ഉള്ളിലെ ട്രയാങ്കിൾ ഉണ്ടോ, കട്ട് ചെയ്ത് കളഞ്ഞു എന്ന്.
ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ഇപ്പൊ എത്ര ട്രയാങ്കിൾ ഉണ്ട്? റെഡ് എത്ര എണ്ണം ഉണ്ട്? റെഡ് 3 ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 റെഡ് ആണ്. 1 2 3 3 റെഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റെഡ് വരച്ച് ശരിയാക്കാം. അതുകൊണ്ട് ബ്ലാക്ക് എടുത്ത് വെക്കാം. ബ്ലാക്ക് ഇവിടെ 3 ഉണ്ട്. അത് ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇതിന്റെ സെന്റർ കണക്ട് ചെയ്തു. ഇതിന്റെ സെന്ററുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇതിന്റെയും അങ്ങനെ. ഓക്കെ, ക്ലിയർ? യെസ്. അങ്ങനെ കട്ട് ചെയ്തതാണ് രണ്ടാമത്തെ ഫിഗർ. ഓക്കെ, വീണ്ടും ഇവിടെ കുറെ കുഞ്ഞു റെഡ് ട്രയാങ്കിൾസ് വന്നു. അതിന്റെ എല്ലാം സെന്റർ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടി. മൂന്നാമത്തെ ഫിഗർ കിട്ടി. ഫിഗർ എല്ലാം മനസ്സിലാക്കിയായിരിക്കും. ഓക്കെ, ഇനി ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇവിടെ എത്ര ചുവന്ന ത്രികോണമുണ്ട്? ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ എത്ര ഉണ്ട്? ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ഒന്നും എടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓരോന്നിന്റെ ഏരിയ, പരപ്പളവ്. ഇനി ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ്. ഇനി ഇവിടെ കണ്ടുപിടിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ചുവന്നതിന്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കണം. ചുവന്നതിന്റെ മാത്രം, വെള്ളം ഒഴിവാക്കണം. ഇവിടെ കുറെ ചുവന്നുണ്ട്, അതിന്റെ മാത്രം കണ്ടുപിടിക്കണം, വെള്ളം വേണ്ട. ഓക്കെ, ഇനി ഈ 3 കണ്ടുപിടിച്ചതിന് ശേഷം ഈ 3 എന്താണ് ബീജഗണിത രൂപം നിങ്ങൾ എഴുതണം. അതായത് ഈ നിങ്ങൾക്കിപ്പോ കിട്ടുന്ന 3 ശ്രേണിയുടെയും എന്ത് എഴുതണം? ആൽജിബ്രിക് എക്സ്പ്രഷൻ എഴുതണം. നിങ്ങൾ പേടിക്കേണ്ട, ഈസിയാണ്. നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. സിമ്പിൾ ആണ്. ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട് അതാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ ചിത്രം എടുക്കുക, രണ്ടാമത്തെ എടുക്കുക, മൂന്നാമത്തെ എടുക്കുക. അതിന് വെറുതെ എണ്ണി എഴുതിയാൽ മതി. ഇവിടെ ഞാൻ എഴുതി 1 2 3. എത്ര എണ്ണം ഉണ്ട്? 3. ഇവിടെയോ 1 2 3 4 5 6 7 8 9. 1 മുതൽ 9 വരെ. അപ്പൊ 9. ഇവിടെ വരുമ്പോൾ സാർ എണ്ണാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തെ ത്രികോണത്തിന് നിങ്ങൾ എത്രയാക്കി? 4 ആക്കി. അപ്പൊ അതിനകത്ത് ഒരെണ്ണം ഒന്ന് കുറഞ്ഞു അല്ലെ? അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1 2 3 എണ്ണം ഉണ്ട്. പിന്നത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് തന്നെ ഇവിടെ ഇരിക്കുന്നു, അത് തന്നെ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 3 × 3. ക്ലിയർ? അങ്ങനെയാണ് ഇവിടെ 9 വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഇതിനെ ഒന്നായിട്ട് സങ്കല്പിച്ചാൽ ഇവിടെ ഒരു ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട് അല്ലെ? അതായത് 9 എണ്ണത്തിന്റെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. 1 2 3 4 9 എണ്ണം. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 9 എണ്ണം, ഇവിടെ 9 എണ്ണം. അപ്പൊ 9 × 3 27. കിട്ടിയോ? അപ്പൊ 3 9 27. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സീക്വൻസ്. എന്നിട്ട് ഇവര് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണമെന്ന്? ബീജഗണിത വാചകം. അത് നമുക്ക് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. ഈ 3 എങ്ങനെ ഉണ്ടാവുന്നു? 3⁻1. 9 എങ്ങനെ ഉണ്ടാവുന്നു? 3² 27 എങ്ങനെ? 3³ കേട്ടോ. അപ്പൊ ഇവിടെ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം. അപ്പൊ അങ്ങനെ ഈ n ടേം എങ്ങനെ കണ്ടുപിടിക്കും? 3⁻n. വെരി ഈസി കണ്ടോ. സോ ഇവിടെ നിന്ന് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്താണ്? xn = 3⁻n. അതാണ് എന്റെ ഉത്തരം. വെരി ഈസി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒന്ന് വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇവിടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തെ ട്രയാങ്കിൾ അതിന്റെ ഏരിയ 1. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടായി? 1 2 3 4 4. അതായത് ഇതിനെ നമ്മൾ 4 ആക്കി. ഇങ്ങനെ കണ്ടോ? 1 2 3 4. അപ്പൊ ആദ്യത്തേതിന്റെ 4-1 ഇതിനകത്ത് ഓരോ ത്രികോണത്തിന്റെ കണ്ടോ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ത്രികോണത്തിന് ആദ്യത്തേതിന്റെ ഒന്നും എടുത്താല് ഇതിൽ ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവാണ്. ഒരെണ്ണത്തിന്റെ മാത്രം കണ്ടാൽ മതി. മനസ്സിലായോ? ആദ്യത്തേതിന്റെ എന്തെന്ന് എടുത്തു? നിങ്ങൾ ഒന്നൊന്നും എടുത്തു. അപ്പൊ ആദ്യത്തേത് ഒരു കേക്കാന്ന് വിചാരിക്കും. നിങ്ങൾ അതിനെ 4 ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആക്കി മുറിച്ചെന്ന് വിചാരിക്കും. അപ്പൊ കണ്ടോ 4 എണ്ണം. അപ്പൊ ഒരെണ്ണം എത്ര ഉണ്ടാവും? 1/4. ഇത് എത്ര ഉണ്ടാവും? 1/4. ഇത് എത്ര ഉണ്ടാവും? 1/4. ഇത് എത്ര ഉണ്ടാവും? 1/4. 1/4. ഓക്കെ, ക്ലിയർ? പിന്നെ നമ്മൾ എന്താ ചെയ്തേക്കണേ? പിന്നെ നമ്മൾ കണ്ടോ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യണം. കണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഈ ഓരോ ത്രികോണത്തിനെ വീണ്ടും നമ്മൾ എന്താണ് 4 കഷ്ണമാക്കേണ്ട. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ മാത്രം നിങ്ങൾ എടുത്ത്, ഈ ഒരു ചെറിയ ട്രയാങ്കിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനെ വീണ്ടും എന്ത് ചെയ്തു? 4-1 മുറിച്ചു. കണ്ടോ? അപ്പോ ആദ്യം ഇതിനകത്ത് ഒരു ട്രയാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും 4-1 അപ്പൊ ആ ഒരു ട്രയാങ്കിളിന്റെ എഴുതണം 1/4. അതിനെ വീണ്ടും 4-1 അപ്പൊ അത് 1/4 കൊണ്ട് തന്നെ കുടിക്കണം. സോ ആൻസർ 1/16. 1 × 1 1, 4 × 4 16. മനസ്സിലായോ?
ഈ ഒരു ചെറിയ ത്രികോണം തന്നെ എത്രയേ ഉള്ളൂ? 1/4 ഉള്ളൂ. അതിന് വീണ്ടും 4 എന്ന് പറയുമ്പോൾ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1/4 ഇൻറ്റു 1/4. മനസ്സിലാവുന്നുണ്ടോ? അതായത് 1/4 ഡിവൈഡ് ബൈ 4 ആണത്. നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പൊ 1/4 ഇൻറ്റു 1/4. അപ്പൊ 1/16. കിട്ടിയോ? അപ്പൊ ഒന്നാമത്തെ ടേം 1/4, രണ്ടാമത്തെ 1/16. ക്ലിയർ ആണല്ലോ? വീണ്ടും 1/16 നിങ്ങൾ 1/4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കിട്ടും. ഇവിടുത്തെ ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളുടെ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/16 ഇൻറ്റു 4. 16 ഇൻറ്റു 4 4 2 4 2 64. ഓക്കെ, അപ്പൊ 3 കിട്ടി. 1/4 ഒരു സംഖ്യ, അടുത്തത് 1/16, അടുത്തത് 1/64. ഓക്കെ, ഇനി ഇതിന്റെ സീക്വൻസ് കണ്ടുപിടിക്കണം. ഇതിന്റെ ബീജഗണിത വാചകം. അപ്പൊ 1/4 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, 1/16 എന്ന് പറഞ്ഞാൽ 1/4 സ്ക്വയർ ആണ്. കണ്ടോ? 1/64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ക്യൂബ് ആണ്. കണ്ടോ? അപ്പൊ 4ന്റെ തന്നെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ nth ടൈം എന്തായിരിക്കും? xn is equal to 1/4n. ഇതാണ് എന്റെ ആൻസർ. ക്ലിയർ? ഒന്നുകൂടി വൃത്തിയായിട്ട് എഴുതുകയാണെങ്കിൽ xn is equal to 1 എന്തായാലും ഉണ്ട്, ഡിവൈഡ് ബൈ 4, 4ന്റെ മീതെ n. കണ്ടോ? അപ്പൊ ഫസ്റ്റ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ 4 ഒരു പ്രാവശ്യം തന്നെ ഉള്ളൂ. സെക്കൻഡ് ടൈം ചോദിച്ചാൽ 4 2 പ്രാവശ്യം. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഒന്നും കൂടി, ഇപ്പൊ ഇതിന്റെ മേദ്യം ഒരു n ഇട്ട തെറ്റൊന്നുമില്ല. കാരണം 1/n എത്ര എഴുതിയാലും എന്താണ്? n തന്നെയാണ്, 1 തന്നെയാണ് ആൻസർ. അപ്പോ ഇതിനൊന്ന് വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം, 1/4 ഹോൾ റേസ് ടു n. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? ഇതാണ് എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ. നോക്കാം. ഇപ്പൊ വീണ്ടും നമുക്ക് 3 ത്രികോണങ്ങൾ ഈ ത്രികോണങ്ങൾ പരിഗണിക്കുക. അതിനകത്ത് ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ്, ചുവന്നത് മാത്രം. ഇപ്പൊ ഇവിടെ ചുവന്നത് എത്ര ഉണ്ട്? മൊത്തം 4 ഉണ്ട്. മൊത്തം 1 2 3 4. അതിനകത്ത് ചുവന്നത് 3 ഉള്ളൂ. 3/4. ചുവന്നത് എത്രയേ ഉള്ളൂ? 3/4. ക്ലിയർ ആണോ? യെസ്. 3/4 ആണ് ഇവിടുത്തെ ഏരിയ. ഓക്കെ, മൊത്തത്തിലുള്ള ഏരിയ 1 ആണെങ്കിൽ ചുവന്നതിന്റെ മാത്രം ഏരിയ എന്ന് പറയുന്നത് 3/4 ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ വരുമ്പോ ഇത് ഒരെണ്ണം, ഈ ഒരെണ്ണം കണ്ടോ? അതിനെയാണ് നമ്മൾ 3/4 എന്ന് പറയാം. ഈ ഒരു ചെറിയത് ഓരോന്നും എന്താണ്? വീണ്ടും എന്താണ്? ഈ ഒരു ചെറിയ ചെറിയ ട്രയാങ്കിൾ ആണ്, അതായത് ഈ കാണുന്നത്. അതിന് വീണ്ടും എന്താണ്? 4 ആക്കിയിട്ട് അതിനകത്ത് 3 എണ്ണം മാത്രം റെഡ് ഉള്ളൂ. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ 3/4 ഇൻറ്റു എന്ത് ചെയ്യണം? 3/4. ക്ലിയർ? ദാറ്റ് ഈസ് 9/16. ഇതാണ് സെക്കൻഡ് ടൈം. ഇത് ഫസ്റ്റ് ടൈം. ഇനി തേർഡ് ടൈം കണ്ടുപിടിക്കാൻ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? 9/16നെ 3/4 കൊണ്ട് ഗുണിക്കും. ദാറ്റ് ഈസ് 27/64. കിട്ടിയോ? ഓക്കെ, യെസ്. ദിസ് ഈസ് അവർ എന്താണ്? തേർഡ് ടേം. ഫസ്റ്റ് ടേം 3/4 ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള് 9/16. കാരണം ആ ഓരോ ത്രികോണം വീണ്ടും 4 ആക്കിയാണ്. അതിനകത്ത് 3 എണ്ണം മാത്രമേ റെഡ് ഉള്ളൂ. ഓക്കെ, യെസ്. 27/64. ഇനി ഇതിന്റെ നമ്മള് എന്ത് എഴുതണം? ഇതിന്റെ നമ്മള് സീക്വൻസ് എഴുതുമ്പോൾ ഇവിടെ 3 എങ്ങനെ വന്നു? 3/1. ഓക്കെ, 4 എങ്ങനെ വന്നു? 4/1. അത് ക്ലിയർ. അടുത്ത 9 എങ്ങനെ വന്നു? 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 എങ്ങനെ വന്നു? 4 സ്ക്വയർ. ഓക്കെ, അടുത്തത് 27 എങ്ങനെ വന്നു? 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 64 എങ്ങനെ വന്നു? 4 ക്യൂബ്. ഉണ്ടോ? അപ്പൊ 1 ആണെങ്കിൽ ഇവിടെയും 1, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. അപ്പൊ n ആണെങ്കിലോ 3/n ഡിവൈഡ് ബൈ 4/n. കിട്ടിയോ? അപ്പൊ നമ്മുടെ nth ടേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജാമിതി രൂപം എന്ന് പറയുന്നത് 3/n ഡിവൈഡ് ബൈ 4/n. കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതുകയാണെങ്കിൽ 3/4 ഹോൾ റേസ് ടു n. ക്ലിയർ? യെസ്. അപ്പോ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ 3ന്റെ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞതുകൊണ്ട് സാർ ആ ക്വസ്റ്റിന്റെ ഒപ്പം തന്നെ അത് എഴുതി. അത് 3 നിങ്ങൾ ഇവിടെ ഒന്നും കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി, 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. അപ്പൊ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് സമാന്തര ശ്രേണികൾ. ഓക്കെ, അപ്പൊ അതിന് മുന്നേറ്റ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാപ്റ്റർ 1 കിടപ്പുണ്ട്, അതുപോലെ ചാപ്റ്റർ 2ഉം 3ഉം ഒക്കെ ഉണ്ട്. നിങ്ങളുടെ CBSE സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടും പറയാം, നമുക്ക് ഫ്രീ ആയിട്ട് അവർക്കും ക്ലാസ്സുകൾ മാത്സ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരോടും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നതാണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ അത് ഭംഗിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.